ചേട്ടാ ചേട്ടാ ബഹം വിളിക്കും ചേട്ടാ. ആ പറയടി, നമ്മുടെ കടയിലുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? നീ ഇങ്ങോട്ട് വാ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. എന്താണ് ഒരു വാട്ടം? നിന്റെ അമലേനെ കാണാൻ തിടുക്കായോ? ചേട്ടായി ഒന്നിങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ചിന്നു? അതെവിടെ വെച്ചിട്ട് വന്നേ. എന്താടി കാര്യം? ചേട്ടായി ഒരു പ്രശ്നമുണ്ട്. എന്താ ചിന്നു പ്രശ്നം? ചേട്ടായി ദേഷ്യപ്പെടരുത്, സമാധാനായിട്ട് കേൾക്കണം. എടി നീ ടെൻഷൻ അടിക്കാതെ കാര്യം പറ. നീ ആരെങ്കിലും കൊന്നോ? എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരൊറ്റ എടി വന്നോണ്ടല്ലോ. ഇത് പറയാനാണോ രാവിലെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നിനക്ക് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലേ ഉള്ള അത്ഭുതം. ഇപ്പൊ എന്താ പുതിയതായിട്ട് കല്യാണം കഴിക്കണോ? സാരമില്ല, ഞാൻ വീട്ടിൽ സംസാരിക്കാം. ചേട്ടായി അവളുടെ വീട്ടിലൂടെ ഒന്ന് പറഞ്ഞ സെറ്റ് ആക്കണേ. അത് കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം. എന്താ പറഞ്ഞേ? അവളുടെ വീട്ടിലൂടെ പറയാ. അവളുടെ വീട്ടിലോ? അവളോ? അപ്പൊ നീ? ചേട്ടാ വെള്ളം. ആളാരാ അടി? അത് ദേ നിൽക്കുന്ന ആളാ. എവിടെ? അതാണോ? എങ്ങനെയുണ്ട്? സൂപ്പർ സെലക്ഷൻ ചേട്ടായി. എന്നിട്ട് പ്രപ്പോസ് ചെയ്തോ? ചെറിയൊരു ടെൻഷൻ. പോയി പ്രപ്പോസ് ചെയ്യ് ചേട്ടായി. ഇല്ല വല്ല ആമ്പിള്ളേരും കൊത്തിക്കൊണ്ടു പോകും. കൊള്ളാം. പോയി പ്രപ്പോസ് ചെയ്യ് ചേട്ടായി. ഇല്ല വല്ല ആമ്പിള്ളേരും കൊത്തിക്കൊണ്ടു പോകും. എന്നാലും എന്നെ ചിന്നു, നീ എന്നോട് ചതി ചെയ്തല്ലോ. ഇതെന്നെ കൊത്തിക്കൊണ്ട് പോയല്ലോ. അത് പിന്നെ ചേട്ടായിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനും അമ്മലിയായി സംസാരിച്ചു തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ പിരിയാൻ പറ്റാണ്ടായി. എന്നാലും എൻ്റെ അമ്മല, ഞാൻ എന്തോരം നിന്റെ പുറകെ നടന്നതാ. എന്നിട്ടും നീ എന്നെ നിന്റെ പിന്നാലെ നടക്കും, നിന്നെ നോക്കിയിരിക്കും, പല കവിതകൾ എഴുതും, ചുമ്മാ ചിരിച്ചോണ്ടിരിക്കും. തന്നെ കണ്ടപ്പോൾ മുതൽ ഏതോ ജന്മജന്മാന്തരങ്ങളിൽ കണ്ടുമുട്ടിയ എന്റെ ഇണപ്പറവയാണെന്നൊരു തോന്നൽ. ഈ ജന്മത്തിലും നമുക്ക് ഒരുമിച്ച് കൂടെ. നിന്റെ പിന്നാലെ നടക്കും, നിന്നെ നോക്കിയിരിക്കും, പല കവിതകൾ എഴുതും, ചുമ്മാ ചിരിച്ചോണ്ടിരിക്കും. വട്ടായി വട്ടായി പോണളിയാ, കിട്ടാ പ്രേമം തേനാണളിയാ, കട്ടായി പോവാണേലും എന്നീ മൈൻഡ് പൊളിയാണളിയാ. ഒരു നിമിഷം, ഇത് ഞാൻ കുട്ടിക്ക് വേണ്ടി എഴുതിയൊരു കവിതയാണ്. പ്ലീസ് ഒന്ന് വായിച്ചു നോക്കൂ. ഇനിയും മുളയ്ക്കാത്ത പുല്ല് പോലെ, ഇനിയും തളിർക്കാത്ത പൂവ് പോലെ, ഇനിയും ജനിക്കാത്ത കുഞ്ഞു പോലെ പടരുന്നു കുളിരുന്നു എൻ്റെ ഇഷ്ടം. നീ എൻ്റെ പ്രണയിനെ കേട്ടുകൊള്ളുക, നീ എൻ്റെ മാത്രമേ നോർത്തുകൊള്ളുക. പ്രണയവും പുഴകളും ഒന്നുപോലെ, ഒഴുകിയാൽ വെള്ളം നിലയ്ക്കുകയില്ല. അമല, തനിക്കൊരു കാര്യം അറിയാവും? തന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ നെഞ്ചത്ത് അമല ടാറ്റു വരെ അടിച്ചു. അത് പോട്ടെ ചേട്ടായി, നമുക്ക് വേറെ വല്ല അമലയെ നോക്കാം. നല്ലൊരു കൂടി ഇട്ടല്ലോ അമലയെ നോക്കാം. കേട്ട കമല, എല്ലാം വേസ്റ്റായി പോയില്ലേ? നിന്റെ പിന്നാലെ നടക്കും, നിന്നെ നോക്കിയിരിക്കും, പല കവിതകൾ എഴുതും, ചുമ്മാ ചിരിച്ചോണ്ടിരിക്കും. നിന്റെ പിന്നാലെ നടക്കും, നിന്നെ നോക്കിയിരിക്കും, പല കവിതകൾ എഴുതും, ചുമ്മാ ചിരിച്ചോണ്ടിരിക്കും. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കാര്യം ഒന്ന് വീട്ടിൽ പറഞ്ഞൊന്ന് ശരിയാക്കി തരണേ സഹോദര. സഹോദരാന്ന് വിളിക്കരുത്. അല്ല, അമല ഇനിയിപ്പൊ ചേട്ടനും പെങ്ങളെ പോലാണല്ലോ. ഇനി അങ്ങനെ കണ്ടല്ലേ പറ്റൂ. അമല ഒരു നിലവിളക്കം പിടിച്ച് നമ്മുടെ വീട്ടിൽ കല്യാണ വേഷത്തിൽ കയറി വരുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതെന്തായാലും നടക്കുമല്ലോ.
നിങ്ങളുടെ കാര്യം ഞാൻ വീട്ടിലൊന്ന് സംസാരിച്ച് നോക്കാം. പക്ഷെ അവരൊക്കെ പഴയ ചിന്താഗതിക്കാരല്ലേ, സമ്മതിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ആര് എതിർത്താലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ പെങ്ങളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അമലേ, ഇനി എന്നെ ഏട്ടനെ പോലെ കണ്ടോളൂ. സത്യ ചേച്ചി, എൻ്റെ ചേട്ടായിക്ക് അമലേച്ചിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. പാവം എൻ്റെ ചേട്ടായി. എടോ, ആള് പാവമൊക്കെയാ. എവിടം കൊണ്ടോ എനിക്ക് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് താനും. പക്ഷെ ഭയങ്കര ക്രിഞ്ചാ. സാഹിത്യം പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുക, പൂവും കൊണ്ട് പുറകെ നടക്കുക, പിന്നൊരു കവിത. ഓ, ആളൊരു ശുദ്ധനാ. ഈ സിനിമയൊക്കെ കണ്ട് ഇതാ പ്രേമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാ. പരിചയക്കുറവുണ്ടാ ചേട്ടൻ ആദ്യമായിട്ടാണ് ഒരു പെങ്കൊച്ചിനോട് ഇഷ്ടമൊക്കെ തോന്നുന്നത്. അത് മാത്രമല്ല, ആളൊരു പഴഞ്ച ചിന്താഗതിക്കാരനാണെന്ന് തോന്നുന്നു. ഇത്രയും ക്രിഞ്ചൊക്കെ ചെയ്യുന്നതല്ലേ, അത് ഭാവി ജീവിതത്തിൽ പ്രശ്നമാവാനാ സാധ്യത. ഏയ്, ചേട്ടൻ ന്യൂജനാ, ചിന്താഗതിയൊക്കെ അടിപൊളിയാ. അതേ ഉള്ളു എനിക്കൊരു ഡൗട്ട്. ആള് കുറച്ച് ഔട്ട്ഡേറ്റഡാ. എൻ്റെ പൊന്ന അമലേച്ചി, എൻ്റെ ചേട്ടായുടെ ചിന്താഗതിയൊക്കെ അടിപൊളിയാ. സംശയമുണ്ടോ? എന്നാ തെളിയിക്ക്. എങ്ങനെ? നമ്മൾ തമ്മിൽ റിലേഷനിലാണെന്ന് നീ നിന്റെ ചേട്ടായെ വിളിച്ച് പറയണം. അത് മാത്രമല്ല, നമ്മുടെ കല്യാണം വീട്ടിൽ സംസാരിച്ച് റെഡിയാക്കാനും പറയണം. അപ്പോൾ നിന്റെ ചേട്ടയുടെ റിയാക്ഷൻ അറിയാമല്ലോ. സ്വന്തം പെങ്ങള് ലെസ്ബിയനാണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ എത്ര ആംഗൾമാർ കൂടെ നിൽക്കും? നിന്റെ ചേട്ടായി അത്ര അടിപൊളിയാണെന്ന് നോക്കാമല്ലോ. എൻ്റെ ചേട്ടായി കിടിലനാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ക്രിഞ്ചാണേലും താൻ ആള് കൊള്ളാട്ടോ.